ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ ഈ ഒരു സമയത്ത്, ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 888 പോർട്ടൽ, ഫുൾ മൂൺ എനർജി, അതുപോലെ രാമായണ മാസത്തിന്റെ എനർജി ഒക്കെയും നല്ല പോസിറ്റീവ് എനർജി ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് യൂണിവേഴ്സ് തരാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് നന്മയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്ത് സന്തോഷമാണ്, അല്ലെങ്കിൽ എന്ത് ഗിഫ്റ്റാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ചക്ര ആർക്കേഞ്ചൽ മിഖായേലാണ്. ഫസ്റ്റ് ചക്ര, അതായത് റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. കണ്ടില്ലേ, ഇവിടെ 3+5 8 ആണ്. കണ്ടില്ലേ, 8 എന്ന് പറയുമ്പോഴെന്താണ്, ലിയോ എനർജിയാണ്. മനസ്സിലായത്? സമ്പത്തിൻ്റെതാണ്, ഇൻഫിനിറ്റി സിമ്പലാണ്, അബണ്ടൻസിന്റെ നമ്പറാണ് 8 എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിന് മുൻപ് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 8 എന്ന് പറയുന്നത് അബണ്ടൻസിന്റെ ആണ്, ഇൻഫിനിറ്റി സിമ്പലാണ്, അനന്തമായ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് ലഭിക്കുന്ന ഒരു സമയമാണെന്ന്. അപ്പോൾ ഇത് എത്ര കറക്റ്റ് ആണ്. കണ്ടില്ലേ, ഇവിടെ ആർക്കേഞ്ചൽ മിഖായേൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. എന്തിന്റെ പ്രൊട്ടക്ഷൻ ആണ്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ പ്രൊട്ടക്ഷൻ ഇവിടെ വരുന്നുണ്ട്. നിങ്ങളുടെ 7 ചക്രാസിൽ, 7 ചക്രയാണല്ലോ നമുക്ക് ആക്റ്റീവ് ആകുമ്പോഴാണല്ലോ നമ്മുടെ ഹെൽത്തും വെൽത്തും എല്ലാം ഓക്കെ ആവുന്നത്. അപ്പോൾ ഈ ഒരു 7 ചക്ര എന്ന് പറയുമ്പോൾ എവിടെ സ്ഥിതി ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല. നമ്മളുടെ നട്ടെല്ലിന് ഉള്ളിലുള്ള സുഷുപ്ന നാഡിയിൽ 7 ചക്രാസ് പ്രധാനപ്പെട്ടതും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഇവിടെ ഫസ്റ്റ് ചക്രയാണ് റൂട്ട് ചക്ര എന്ന് പറയുന്നത്. റൂട്ട് ചക്ര എന്ന് പറയുന്നത് എന്താണ്? ബേസ് ചക്ര, അതായത് മൂലാധാര ചക്ര എന്ന് പറയും. ആ ചക്രയ്ക്ക് ഒരു റെഡ് കളറാണ്. അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടാണ് നിങ്ങളിലേക്ക് സാമ്പത്തികം കൂടുതലായിട്ട് വന്നു ചേരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ചക്രയെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് ഈ ഒരു ചക്രയെ നിങ്ങൾ ആക്റ്റീവാക്കി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അനന്തമായ ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മണി ബ്ലോക്കുകൾ മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചക്രയെ ആക്റ്റീവാക്കി എടുക്കുക എന്നുള്ളതാണ് ആർക്കേഞ്ചൽ മിഖായേൽ ഇവിടെ പറയുന്നത്. മനസ്സിലായി? ആർക്കേഞ്ചൽമാർ എത്ര പേരുണ്ട്? 5 പേര്, 7 പേര് അങ്ങനെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ആർക്കേഞ്ചൽ പലരും പറയുന്നത് 5 പേരേ ഉള്ളത്, ചിലർ പറയുന്നുണ്ട് 7 പേരുണ്ടെന്ന്. എന്തായാലും 5 പേരുടെ കാര്യം എനിക്കറിയാം. 5 പേരെ ഞാനിവിടെ ദിവസവും വിളിക്കാറുണ്ട്. കാരണം ഇവിടെ ആർക്കേഞ്ചൽ മിഖായേൽ, ആർക്കേഞ്ചൽ റാഫേൽ, ആർക്കേഞ്ചൽ ഉരിയേൽ, അതുപോലെ തന്നെ ആർക്കേഞ്ചൽ ശാമുവേൽ, ആർക്കേഞ്ചൽ ഗബ്രിയേൽ. ഇത്രയും 5 പേരുടെ പേരാണ് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത്, ഞാനിത് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഫസ്റ്റ് ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്നത് ആർക്കേഞ്ചൽ മിഖായേലാണ്. മനസ്സിലായോ? ആർക്കേഞ്ചൽ മിഖായേൽ എന്ന് മാത്രമല്ല, മൈക്കേൽ എന്നും പറയും. ചിലർ മിഖായേൽ എന്ന് പറയും, ചിലർ മൈക്കേൽ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാലാഖയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏഞ്ചലാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തികപരമായ പ്രൊട്ടക്ഷൻ അല്ലേ? സാമ്പത്തികപരമായ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എങ്കിൽ എല്ലാ കാര്യങ്ങളും എന്താണ്? അവതാളത്തിലാകും അല്ലേ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ വലിയ വിഷമം ഉണ്ടാകും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ല. ജീവിതത്തിൽ ആർക്കും തന്നെ സാമ്പത്തികമില്ല എങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇവിടെ അതാണ്, റെഡ് കളറാണ് ഇവിടെ മൂലാധാര ചക്ര എന്ന് പറയുന്നത്, റൂട്ട് ചക്രയ്ക്ക്. അപ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതായത് നിങ്ങളിലേക്ക് സാമ്പത്തികത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഒരു ഏഞ്ചലാണ്. അതുപോലെ തന്നെ ഈ ഒരു ചക്രയാണ്, ഫസ്റ്റ് ചക്ര ഇതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ റൂട്ട് ചക്രയെ മനസ്സിൽ കാണുക. 4 ഇതളുകളുള്ള ഒരു പൂവിന്റെ ഷേപ്പിൽ ചുവപ്പ് കളറിലാണ് ഈ ഒരു ചക്ര കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട്, അവിടെ നിന്നൊരു പ്രകാശം വരുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല പ്രയോജനം ലഭിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മണി ബ്ലോക്ക് മാറിക്കിട്ടും. തീർച്ചയായിട്ടും ഇവിടെ 3+5 8 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബണ്ടൻസിൻ്റെതാണ് ഈ ഒരു
നമ്പർ. അടുത്തതായിട്ട് എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം. ഇവിടെ അപ്രീസിയേഷൻ ആണ്. നിങ്ങൾക്ക് കണ്ടില്ല, ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സിൻസിയർ ലവ് ആണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും സിൻസിയർ ലവ് ഉണ്ടോ, അവർ നിങ്ങളെ സിൻസിയറായിട്ട് ലവ് ചെയ്യുന്നു. കാരണം നിങ്ങളിലേക്ക് നിങ്ങളുടേതായ സ്വഭാവത്തിന്, നിങ്ങളുടെ സിൻസിയറിറ്റിക്കുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. മനസ്സിലായി? ആ ഒരു ഗിഫ്റ്റ് എങ്ങനെയാണ്? അപ്രീസിയേഷൻ വഴിയാണ്. നിങ്ങൾക്ക് ഒരു പുകഴ്ത്തൽ, നല്ല വാക്കുകൾ പറയുന്ന നിങ്ങളുടെ സ്വഭാവത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിന് ഒരു നല്ല വാക്കുകൾ പറയാൻ നിങ്ങൾക്ക് പ്രശസ്തി ലഭിക്കാം, അംഗീകാരം ലഭിക്കാം. അതിനുള്ള ഒരു സമയമായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവാം, തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല പെരുമാറ്റം നിങ്ങൾ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടാവാം. നല്ല സ്വഭാവ ഗുണങ്ങൾ നിങ്ങളുടേത്. മനുഷ്യരെ സ്നേഹിക്കുക, കളങ്കമില്ലാതെയുള്ള പെരുമാറ്റം നിങ്ങളുടേത് മറ്റുള്ളവരെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവ്, ആ ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. നിങ്ങളുടെ കമ്പനി കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് വക കാര്യങ്ങളിൽ, അതുപോലെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ, ഏത് കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ സമൂഹത്തിൽ ഇടപെടുന്നുണ്ടോ, അങ്ങനെ ആ ഒരു സമൂഹം നിങ്ങൾക്ക് ഒരു മാന്യത കൽപ്പിച്ചു തരുന്നുണ്ട്, ഒരു അംഗീകാരം കൽപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശസ്തിയോ പദവിയോ എന്തെങ്കിലും ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങളുടെ നിഷ്കളങ്കത മാത്രം വെച്ചിട്ടാണ് മറ്റുള്ളവർ കരുതുന്നത് എന്ന് കാണുന്നുണ്ട്. അതുമാത്രവുമല്ല, നിങ്ങളുടെ കഴിവിനുള്ള അംഗീകാരമായിട്ടാണ് നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നത് എന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ഇത്രമാത്രം വളരെ നല്ല എനർജിയാണ് വരാൻ പോകുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് വുമൺ ഹോൾഡിംഗ് എ കോയിൻ ആണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങളിപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഇപ്പോൾ ഇവിടെ 1+5 6 വന്നിട്ടുണ്ട്. ഇവിടെയും 6 ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു മാറ്റത്തിനുള്ള സമയം ആയിരിക്കുന്നു. അപ്പോൾ ഡബിൾ 6 ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു സ്ഥിതിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു പെൻഡക്കിളിന്റെ എനർജിയാണ്. ഇവിടെ സാമ്പത്തികത്തിൻ്റെതായ എനർജി, സമ്പത്തിൻ്റെതായ എനർജി നിങ്ങൾക്ക് വരും. നിങ്ങൾ അത് മാത്രം ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. വുമൺ ഹോൾഡിംഗ് എ കോയിൻ എന്ന് പറയുമ്പോൾ നിങ്ങളത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ അതിൻ്റെതായ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങളിവിടെ പാടുപെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിവിടെ എഫേർട്ട് എടുത്താലും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കണ്ടില്ലേ, നിങ്ങളിലേക്ക് നല്ല ഒരു സ്ഥാനമാനങ്ങൾ വരുന്നുണ്ട്. നിങ്ങളിലേക്ക് അതുപോലെ തന്നെ ആരെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിനിവിടെ നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികം കൂടുതലായിട്ട് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കാം. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൽ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് എനർജി എങ്കിലും വന്നിരിക്കാം. കാരണം നിങ്ങളുടെ പെട്ടെന്നുള്ള ഉയർച്ചയിൽ മറ്റുള്ളവർ അസൂയാലുക്കളാകുന്നു. ആ ഒരു അവരുടെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടും കൂടെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. തീർച്ചയായിട്ടും ഇവിടെ സമ്പത്തിന്റെ അഭിവൃദ്ധി നിമിത്തം ഒരുപാട് ഐശ്വര്യത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. ഇതിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്നു, ഇതിനെ കൂടുതലായിട്ട് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം സാമ്പത്തികം കൂടുതലായിട്ട് വരുത്താൻ വേണ്ടി ഇവിടെ ശ്രമിക്കുന്നു, അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു, അതിനായിട്ട് എഫർട്ട് എടുക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങളിലേക്ക് അത് വരാതിരിക്കില്ല. മറ്റെന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് മാറിക്കിട്ടും. നിങ്ങളുടെ നമ്പർ 6 ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഡബിൾ 6 വന്നിട്ടുണ്ട്. ഇവിടുത്തെ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഗിഫ്റ്റ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കുഞ്ഞിന്റെ രൂപത്തിലായിരിക്കും. ഇവിടെ ഒരു കുഞ്ഞിനെ കാണിച്ചിരിക്കുന്നുണ്ടല്ലേ, ഇവിടെ ഒരു കുട്ടിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ഒരുപാട് പേർ കാണാം. അങ്ങനെയുള്ള ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇനി അതുമല്ല, നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഇവിടെ 1 ആണ് നമ്പർ, ഒരു തുടക്കമാണ്, ഒരു സൂര്യോദയത്തിലേക്കുള്ള തുടക്കം. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഒരുപാട് കാലമായി പലരും പറയുന്നു തുടക്കം വരുന്നുണ്ട്. എന്നിട്ട് എവിടെ? ഈ തുടക്കം വരാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ തുടങ്ങിക്കൊള്ളൂ.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ നിർബന്ധിതരാവണം, നിങ്ങൾ ശ്രമിക്കണം അതിനായിട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം വരും, നിങ്ങൾക്ക് നല്ല ഒരു വെളിച്ചത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു ഇവിടെ എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ലോട്ടസ് ഫ്ലവർ കണ്ടില്ലേ? ഈ ഒരു ലോട്ടസ് ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു സാഹചര്യത്തിലായാലും മനോഹരമായ ഒരു പുഷ്പം വിടർന്നു വരുന്നു. അതിന്റെ സാഹചര്യം എന്താണ്? അത് വളരെ നല്ല സാഹചര്യത്തിലല്ല, വളരെ നല്ല ശുദ്ധജലത്തിലല്ല അത് വരുന്നത്. അതുപോലെ തന്നെ മറ്റാരെങ്കിലും ഒക്കെ വളവിട്ട് കൊടുത്ത് വെള്ളമൊഴിച്ച് അതിനെ അങ്ങനെ വളർത്തിയെടുക്കുകയല്ല, അത് ഉണ്ടാവുന്നത് നൈസർഗികമായിട്ട്, അത് അല്ല നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു ഫ്ലവറാണത്. ആ നാച്ചുറലായിട്ട് തന്നെ ഇത് വരുന്ന ജെനുവിനായിട്ട് തന്നെ ഉള്ള ഒരു കഴിവാണ് അതിൻ്റെതായ ആ സ്മെല്ല്. മനസ്സിലായി? അതിൻ്റെതായ സ്മെല്ല് അതിനെ കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെതായ ദൈവികമായ ആ ഒരു ഭാവം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദൈവങ്ങൾക്കും അടുത്ത് ലോട്ടസ് ഫ്ലവർ വെച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ ഇനി ഏതൊരു സാഹചര്യത്തിൽ വന്നാലും ശരി, എവിടെ നിന്ന് വന്നാലും ശരി, താമരപ്പൂ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ലോട്ടസ് ഫ്ലവർ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ചെളിക്കുണ്ടിൽ നിന്നുമാണ് അല്ലേ? അങ്ങനെ ചെളിക്കുണ്ടിൽ നിന്നും വരുന്ന ഈ ഒരു ഫ്ലവറിന് എത്രമാത്രം സുഗന്ധമാണുള്ളത് അല്ലെ, എത്രമാത്രം ഭംഗിയാണുള്ളത് എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളിൽ പലർക്കും പലതരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ സണ്ണിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും വളരെ അധികം നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച്, തീർച്ചയായിട്ടും മറ്റുള്ളവരെ അപേക്ഷിച്ചെന്നല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട്, ഹാപ്പിനെസ് വരുന്നുണ്ട്, സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യം, സമാധാനവും സന്തോഷവും നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ലോട്ടസ് ഫ്ലവറിനെ പോലെ പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ പ്യൂരിറ്റി കൂടിയ ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെയും നിങ്ങൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അതേപോലെയുള്ള സൗരഭ്യം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുമ വരാൻ പോകുന്നുണ്ട്, ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സൂര്യോദയത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് ഏതൊരു വിധത്തിലായാലും, ചിലപ്പോൾ വിവാഹമാകാം, വീടാവാം, കുഞ്ഞിന്റെ ജന്മമാകാം, ഇത് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ കാണുന്ന പലരുടെയും എനർജിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. എല്ലാവർക്കും ഇനി ഇത് വരണം അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണോ അങ്ങനെ എടുക്കണം എന്നാണല്ലോ നമ്മൾ നേരത്തെ തന്നെ പറയുന്നത്. ഇവിടെ സെക്കൻഡ് ചക്ര ആർക്കേഞ്ചൽ ഏരിയയിലാണ് കേട്ടോ. ആർക്കേഞ്ചൽ ഉരിയൽ എന്ന് ഞാൻ പറഞ്ഞല്ല. ഇവിടെ 3+6 9 നമ്പർ വന്നിരിക്കുന്നത്. സെക്കൻഡ് ചക്ര ഏതാണ് ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് ചക്രയുടെ കാര്യം നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ ആർക്കേഞ്ചൽ മിഖായേലാണ്. ഇവിടെ ആർക്കേഞ്ചൽ ഏരിയലാണ് വന്നിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ചക്ര എന്ന് പറയുന്നത് റൂട്ട് ചക്രയ്ക്ക് തൊട്ട് മുകളിലായിട്ട് വരുന്ന സേക്രൽ ചക്ര. ആ ഒരു സേക്രൽ ചക്ര എങ്ങനെയാണ്? തവിട്ട് കലർന്ന മഞ്ഞ നിറത്തോടു കൂടിയുള്ളതാണ്. ആ ഒരു ചക്രയുടെ കളർ അങ്ങനെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള പവറിനെ തരുന്നതാണ്. നിങ്ങളുടെ ക്രിയേറ്റീവ് പവറാണ്, ക്രിയേറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അപ്പം അവിടെ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. സ്വയം സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവ്. മനസ്സിലായി? സ്വയം സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവ് ആർക്കാണുള്ളത്? ചിലപ്പോൾ കുട്ടികളുടെ ജനനം വരുന്ന സ്വയം സൃഷ്ടിയല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ഛനാവാനും അമ്മയാവാനും ഒക്കെ കഴിവുള്ള വ്യക്തികളാണെന്ന് തന്നെയാണ് കാണുന്നത്. ചിലർക്ക് അച്ഛനാവാനുള്ള ഭാഗ്യം വേണ്ടേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിങ്ങളിലേക്ക് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ചക്രയെ നിങ്ങൾ ആക്റ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ക്രിയേറ്റീവ് പവർ നിങ്ങൾക്ക് വർദ്ധിച്ചു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ക്രിയേറ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദൈവാനുഗ്രഹത്തിൻ്റെതായ ഭാഗമാണ്. ദൈവാനുഗ്രഹം തന്നെയാണ്, ഭാഗമെന്ന് പറയണ്ട, ദൈവാനുഗ്രഹം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ദൈവാനുഗ്രഹം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ചക്രയെ ആക്റ്റീവാക്കി എടുക്കുന്നതിന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ആ ഒരു ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ റൂട്ട് ചക്രയ്ക്ക് മുകളിലായിട്ട് വരുന്ന ചക്ര, അപ്പോൾ അവിടെ നിന്നും തവിട്ട് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള ഒരു പ്രകാശം വരുന്നത് പോലെ ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ തന്നെ സ്വന്തം ക്രിയേറ്റീവ് പവർ എന്താണെന്ന് കണ്ടെത്തുക. ക്രിയേറ്റീവ് പവർ ഇല്ലാത്ത ഒരു വ്യക്തികളുമില്ല.
ദൈവാനുഗ്രഹമുള്ള എല്ലാവർക്കും ഉണ്ട്. ഇതാണ് ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആ ഒരു പവറിനെ നിങ്ങൾ കണ്ടെത്തി നിങ്ങളിലുള്ള കഴിവിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് അതിനെ നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നതെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വുമൺ ഹോൾഡിങ് എ ഹാർട്ട് കണ്ടില്ലേ, ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത്. 4+4 8. ഇന്നിവിടെ 88 വന്നിട്ടുണ്ട്, 66 വന്നിട്ടുണ്ട്. കണ്ടല്ലേ, ഈ ഒരു 88 വന്നിട്ടുണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല അനുഗ്രഹമാണ്. കാരണം ഇവിടെ ഹാർട്ട് സ്നേഹത്തിൻ്റെതായ പ്രതീകമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്നേഹത്തെ ആകർഷിക്കാനുള്ള ശ്രമമാണ്. നിങ്ങളിലേക്ക് സ്നേഹം വരുന്നുണ്ട്, നിങ്ങൾക്ക് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഹാർട്ട് ചക്രയെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മിഡിൽ ചക്രയാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു ലോവർ ചക്രാസ് അപ്പർ ചക്രാസ് ഒക്കെ ആക്റ്റീവ് ആകും നിങ്ങളിലേക്ക്. ഇതുപോലെയുള്ള അവസ്ഥ കണ്ടില്ലേ, ഇവിടെ ഫസ്റ്റ് ചക്ര എന്ന് പറയുന്നത് റൂട്ട് ചക്ര. റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ നല്ലതുപോലെ നടക്കും. ഇവിടെയും നിങ്ങളിലേക്ക് ധാരാളമായിട്ട് എനർജി, എന്തിൻ്റെ എനർജിയാണ് അത്? സാമ്പത്തികത്തിൻ്റെതായ എനർജി, ലവ് എനർജി രണ്ടും ഉണ്ടാവുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഉദാരമായിട്ട് സംഭാവനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ എനർജി ഉണ്ടാകും. പോസിറ്റീവായിട്ടുള്ള എനർജിയെ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. മറ്റൊരുപാട് പേരുടെ സ്നേഹം നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഹാപ്പി ഫാമിലിയാണ്. കണ്ടില്ലേ, ഇവിടെ തീർച്ചയായിട്ടും 4 ആണ് സ്റ്റെബിലിറ്റി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരികയാണ്. റെയിൻബോ കണ്ടില്ലേ, ഇവിടെ ഹാപ്പി ഫാമിലി വന്നിരുന്ന സാഹചര്യമാണോ? തീർച്ചയായിട്ടും ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ട് വളരെയധികം ഉല്ലാസപൂർവ്വം സന്തോഷപൂർവ്വം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നിങ്ങളത് പലരും ആഗ്രഹിച്ചിട്ടുള്ളതായിരിക്കണം ഈ ഒരു ഒത്തുചേരലിന് വേണ്ടി, അല്ലേ? ചിലപ്പോൾ കുട്ടികൾ ഒന്നിച്ച് ഉല്ലാസയാത്ര പോകാൻ, അല്ലെങ്കിൽ കപ്പിൾസ് ഒന്നിച്ച്, അങ്ങനെയുള്ള ഒരു ജീവിതം ഒരുപാട് സന്തോഷത്തെ തരുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്നും കാണുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ അത്രമാത്രം വിചാരിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഡിവോഴ്സ് കേസുകൾ, ചിലപ്പോൾ കോടതിയിലൊക്കെ കേസ് നടക്കുകയായിരിക്കും നിങ്ങളുടേത്, അല്ലേ? അങ്ങനെ എന്തായാലും ഒരു ഫാമിലി അല്ലേ, വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും. പക്ഷെ പെട്ടെന്നാണ് നമ്മൾ ദേഷ്യപ്പെട്ട്, അല്ല എങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ധൃതി പിടിച്ചിട്ടാവും ചിലപ്പോൾ ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം പല വഴികളിലേക്ക് പോകുന്നത്. ചിലപ്പോൾ പിരിഞ്ഞു പോകാം, ചിലപ്പോൾ കേസിന്റെ പുറകെ പോകാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഒന്നു ചേരും എന്നാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, അടിസ്ഥാന ഭദ്രത വരുന്നുണ്ട്. ആ പഴയതിനേക്കാളും ശക്തി പ്രാപിച്ച, അല്ലെങ്കിൽ പഴയതിനേക്കാളും ദൃഢതയോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാനും സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. ഇത്തരം ഒരു ലൈഫിലേക്ക് ഇനിയിപ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഫാമിലി കൂടി ചേർന്ന് സന്തോഷിക്കുന്ന ഒരു അവസരമായിരിക്കും, അല്ലേ? സന്തോഷത്തിൻ്റെതായ ഒരു അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ബ്രോക്കൺ ഹാർട്ടാണ്. കണ്ടില്ലേ, ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ പല കാര്യങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. ഇവിടെ പാസ്റ്റിൽ നടന്നുപോയ കാര്യങ്ങൾ, നിങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഇപ്പോഴും വിഷമിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ ആയിരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം. അപ്പോൾ ഇവിടെ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്വയം ഹീല് ചെയ്യുക. അതേ പറ്റുകയുള്ളൂ. അതാണ് ഏറ്റവും നല്ലൊരു മാർഗം. മനസ്സിലായി? നിങ്ങൾക്ക് സ്വയം അത് ഹീൽ ചെയ്യാവുന്നതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തെ ദുഃഖങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് മറ്റ് ചിന്തകളിലേക്ക് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിനെ അങ്ങോട്ട് കൊടുക്കുക, മറ്റ് ചിന്തകളിലേക്ക് കൊടുക്കുക, മറ്റ് പ്രവർത്തികളിലേക്ക് പോകുക, മറ്റ് എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആകാവുന്നതാണ്. മനസ്സിലായി? അങ്ങനെ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പഴയ കാലത്തിലെ കാര്യങ്ങളിൽ നിന്നും, ദുരിതം നിറഞ്ഞ അല്ലെങ്കിൽ വിഷമം നിറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ പലർക്കും ഇത് ആഴത്തിൽ അങ്ങ് പതിഞ്ഞു കിടക്കുകയാണ്.
പക്ഷെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നതിന് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ശ്രമിച്ചിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഏറ്റവും നല്ലതാണ്. മെഡിറ്റേഷൻ വളരെയധികം ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് മുന്നോട്ട് വരാൻ കഴിയും. ഇത്തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് മുന്നോട്ട് വന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവൂ. മനസ്സിലായി? പോസിറ്റീവായ എനർജി നിങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ. നിങ്ങളുടെ ഹൃദയം അവിടെ പൊട്ടിപ്പിളർന്ന് പാളീസായിരിക്കുന്നു. അതിലേക്ക് എങ്ങനെയാണ് സന്തോഷം നിറയുന്നത്? അതേസമയത്ത് അതിനെ സോൾവാക്കി, പ്രശ്നങ്ങളെ സോൾവാക്കി ഒന്നുമില്ല, സന്തോഷം അഭിനയിച്ചെങ്കിലും കുറെ കാലം അഭിനയിച്ച് നടക്കാം. പിന്നെ ഈ അഭിനയം ഒരു സ്വയം സിദ്ധമായി കിട്ടും. മനസ്സിലായോ? അതിനെ പിന്നെ ഉൾക്കൊള്ളാൻ സാധിക്കും നമുക്ക്. അങ്ങനെ വേണം മുന്നോട്ട് വരാനായിട്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് പേർ ഹൃദയം മുറിഞ്ഞ അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട്. ഒരുപാട് പേർ, ദുഃഖങ്ങളില്ലാത്തവരാരും തന്നെയില്ല. പക്ഷെ പലരും എന്താണ്, അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിനെ മറികടന്ന് മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാവും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 9 വന്നിട്ടുണ്ട്. ഏതെങ്കിലും നിങ്ങൾ ആരെങ്കിലുമായിട്ട് ചിലപ്പോൾ പിണങ്ങിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ, ജോലി കിട്ടുന്നില്ല, അതുപോലെ തന്നെ എക്സാമിനേഷൻ ഫെയിലായി, ഇതൊക്കെ പല കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അത് അന്നേരം വിചാരിക്കേണ്ട എന്താണ്, എനിക്ക് മാത്രമല്ല ഈ പ്രശ്നം, പലർക്കും ഉള്ള പ്രശ്നമാണല്ലോ, എനിക്ക് ഇതൊക്കെ നിസ്സാരം, ഇത് ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കുകയാണ്, ഞാൻ ഇനി മുന്നോട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരികയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരിക. അങ്ങനെ വരുന്നതാണ് നിങ്ങൾക്ക് സക്സസ് തരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മാൻ ഹോൾഡിംഗ് എ ഹാർട്ട് കണ്ടില്ലേ? ഇവിടെ ആരോ നിങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ട്. 4+5 9 ഇവിടെ 999 വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ആരോ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയും. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ മറുവഴിക്ക് പോയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെ കാത്ത് ആരോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവരുടെ ഹൃദയം മുഴുവൻ നിങ്ങളാണ്. അവരുടെ ഹൃദയം എന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങളാണ്. അപ്പോൾ ആ ഒരു ഹൃദയത്തെ മാത്രം ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, അതിനെ വിട്ടുകളയാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ചില വ്യക്തികളുണ്ട് എന്ന് കാണുക. അവർ നിങ്ങളോടൊപ്പം എത്തിച്ചേരും. നിങ്ങൾ കൂടി അതിന് പരിശ്രമിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയിലാണെങ്കിൽ തന്നെയും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈഗോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഈഗോ ഒക്കെ മാറ്റി വെക്കാം. ബ്ലോക്ക് ചെയ്തിട്ടുള്ളവർക്ക് ബ്ലോക്ക് മാറ്റി വീണ്ടും കോണ്ടാക്റ്റിൽ എത്താൻ ശ്രമിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവരുടെ ഹൃദയത്തിൽ ഒരു സ്പേസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇൻഡിസിഷൻ എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ 888 വന്നിട്ടുണ്ട്. ഇന്ന് 88 ആയിരുന്നു മുൻപേ വന്നത്, ഇവിടെ 888 വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്കൊരു ചേഞ്ച് എന്തായാലും വരും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ വിഷമം അനുഭവിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ആരുടെ ജീവിതത്തിലാണ് പ്രശ്നങ്ങൾ ഇല്ലാത്തത്? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു ചേഞ്ച് വരാതിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചേഞ്ച് വരുത്തിക്കൊണ്ട് നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മുന്നോട്ട് കൊണ്ടുവരികയാണ് യൂണിവേഴ്സ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ നല്ല എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് മാറ്റങ്ങൾക്ക് നിങ്ങൾ വിധേയരാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സന്തോഷങ്ങൾക്കും വിധേയരാകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അബണ്ടൻസ് കാർഡുണ്ട്, അത് നമുക്കൊന്ന് നോക്കാവേ. എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന അബണ്ടൻസ് എന്ന് നോക്കാം. ഡിവൈൻ അബണ്ടൻസ് ആണ്. കാർഡോട് എടുത്തിട്ട് നമുക്ക് നോക്കാവേ. 4 കാർഡ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. വന്നിരിക്കുന്ന എനർജറ്റിക് ക്ലിയറിങ് വന്നിട്ടുണ്ട്, ഗ്രീഫ് വന്നിട്ടുണ്ട്, അതുപോലെ ലെറ്റിംഗ് ഗോ വന്നേക്കുന്ന, സാക്രിഫൈസ് വന്നിരിക്കുന്നു. കണ്ടോ?
ചിലപ്പോഴൊക്കെ നമുക്ക് സറണ്ടർ ചെയ്യൂ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം പെയിൻഫുൾ ആണ് എന്നാണ് പറയുന്നത്. കാരണം നമ്മളിപ്പം ക്ഷേത്രത്തിലൊക്കെ പോയി തേങ്ങ ഉടച്ചിട്ട് ഗണപതി ഭഗവാന്റെ മുൻപിൽ ഇങ്ങനെ ഉടയ്ക്കുന്നത് കാണാം. എന്തിനു വേണ്ടിയാണത്? പലർക്കും അറിഞ്ഞുകൂടായിരിക്കാം. ചിലപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അത് ഡിവൈനിലേക്കുള്ള ഒരു സറണ്ടറിങ് ആണ് അത് ചെയ്യുന്നത്. കാരണം ഗണപതി ഭഗവാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഋണമോചകനാണ്. നിങ്ങളുടെ തടസ്സങ്ങളിൽ നിന്നും ഒക്കെ അല്ലെങ്കിൽ കടബാധ്യതകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പേർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം ഇവിടെ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുകയാണ്. മനസ്സിലായോ? അതിനാണ് ഈ തേങ്ങ ഇങ്ങനെ ഉടയ്ക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എന്താണ്? ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചിരിക്കുന്നു. ഇത്രമാത്രം ഞാനൊരു ത്യാഗം ചെയ്യുന്നു എന്നുള്ള മനോഭാവത്തോടുകൂടി അവിടെ ഒരു സമർപ്പണമാണ്, സമ്പൂർണ്ണ സമർപ്പണമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് തടസ്സങ്ങളെ നിങ്ങൾക്ക് മാറ്റി കിട്ടുന്നതാണ്. അതുപോലെ ഫസ്റ്റ് ചക്ര ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ, ആർക്കേഞ്ചൽ മിഖായേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റു പല തടസ്സങ്ങളും, സാമ്പത്തികം വരാനുള്ള തടസ്സങ്ങളും ഒക്കെ ഇവിടെ മാറിക്കിട്ടും എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. അതിനാണ് നമുക്ക് ഈസി ആയിട്ട് ഒന്നും വരില്ല നമ്മുടെ ജീവിതത്തിലേക്ക്. വെറുതെ നമ്മൾ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് നേടാൻ പറ്റില്ല. പിന്നെ എന്താ വേണ്ടത്? അതിനായിട്ട് സാക്രിഫൈസ് ചെയ്യണം. കണ്ടില്ലേ, ഇവിടെ സാക്രിഫൈസ് ചെയ്യണം. ഈ ഒരു സാക്രിഫൈസ് ചെയ്യലാണ് നമുക്ക് എന്തെങ്കിലും നേടാനുള്ള അർഹത ഉണ്ടാവുന്നത്. ദൈവം നമ്മളിലേക്ക് തരും. നീ ഇവൻ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവൾ ഇതുപോലെയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടല്ലോ, തീർച്ചയായിട്ടും അവരെ ആഗ്രഹിക്കുന്ന അങ്ങ് കൊടുത്തേക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗിഫ്റ്റ് നമുക്ക് വരും. ഡിവൈനിൽ നിന്നൊരു ഗിഫ്റ്റ് നമുക്ക് ലഭിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കണമെങ്കിൽ പലതിനെയും നമ്മൾ ഉപേക്ഷിക്കണം. ഒരുപാട് സുഖങ്ങളെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ അതിലും വലിയൊരു സുഖത്തെ നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. മനസ്സിലായോ? എന്തെല്ലാം കാര്യങ്ങളുണ്ട് നിങ്ങൾക്കിപ്പോൾ വെളുപ്പിനെ എഴുന്നേൽക്കൂ, അതുപോലെ മെഡിറ്റേഷൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ രാത്രി ആകുമ്പോൾ കിടക്കും. ശരി, എഴുന്നേക്കാം. എപ്പോഴാ രാത്രി കിടക്കുന്നത്? എപ്പോഴാണ് ഉറങ്ങുന്നത്? എപ്പോഴാണ്? നിങ്ങൾക്ക് അതിനൊന്നും സമയമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് മടി പിടിച്ചിട്ടാണ് പലരും ജീവിക്കുന്നതന്നെ. അപ്പോൾ ആ ഒരു മടി പിടിച്ച ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല. അല്ലാതെ എനിക്ക് അതിരാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം, അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കണം, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കണം, എനിക്കിത് ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം, അരമണിക്കൂറെങ്കിലും ചെയ്യണം, അല്ലെ 10 മിനിറ്റ് 15 മിനിറ്റ് എത്ര സമയം വേണമെങ്കിലും അങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നടപ്പിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ അത് എന്താണ്? ഒരു ത്യാഗ മനോഭാവമാണ്. ആ ത്യാഗം എന്ന് പറയുന്നത് അവരവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അവരവരുടെ ജീവിതത്തിന്റെ സക്സസിന് വേണ്ടി ചെയ്യുന്നതാണ് അത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസിനെ കൊണ്ടുവരാൻ കഴിയൂ. അനായാസേന നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് വരൂ. ദൈവം തരുന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ദൈവം നിങ്ങളിലേക്ക് ഗിഫ്റ്റ് കൊണ്ടുതരും കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഗ്രീഫാണ്. അപ്പോൾ ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമാണ്. ദുഃഖം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കണ്ണുനീരൊഴുക്കുക. നമുക്ക് പലപ്പോഴും എന്താണ് കണ്ണുനീരെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് കരഞ്ഞ് നമ്മൾ എഴുകും, അല്ലെ? കരഞ്ഞു മെഴുകുന്നതെന്ന് പറയത്തില്ല. അപ്പോൾ ഒരുപാട് കരച്ചിലിലൂടെ എന്താണ് ആദ്യം സാധിക്കുന്നത്? ഐസ് കട്ട മാറ്റി വെച്ചിട്ട് അതെന്താണ് ഉരുകി തീരുകയല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരം മുഴുവനും ഉരുകി തീരും. അത് കണ്ണുനീരിന്റെ രൂപത്തിൽ വെളിയിലേക്ക് കളയുക. നിങ്ങളുടെ പാപകർമ്മങ്ങൾ അവിടെ നശിക്കും, അവിടെ തീരും. മനസ്സിലായോ? അതോടുകൂടി നിങ്ങൾക്കൊരു മുക്തി ലഭിക്കും. സന്തോഷത്തിലേക്ക് വരാനുള്ള സമയവും അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എത്ര ദുഃഖമുണ്ടോ നിങ്ങൾ കരയുന്നത് നന്നായിരിക്കും, കരഞ്ഞ് കണ്ണുനീർ കളയുന്നത് നന്നായിരിക്കും. ഹൃദയത്തിന്റെ ഭിത്തികളെ ലോലമാക്കുക, അവിടെയുള്ള ആ ഒരു ഐസ് കട്ടയെ അലിയിച്ചു കളയുക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ദുഃഖത്തിലിരിക്കുമ്പോൾ വേണമെങ്കിൽ ഒന്ന് കരയാവുന്നത് ഏറ്റവും നല്ലതാണ്. വെറുതെ ചിലരൊക്കെ കരയാതെ മസിൽ പിടിച്ചിരിക്കും, പക്ഷെ അത് നല്ലതല്ല. അതിനേക്കാൾ നല്ലത് ഒന്ന് കരഞ്ഞ് തീരുന്നത് നന്നായിരിക്കും. അപ്പോഴത്തേക്ക് ദൈവത്തിനുള്ള ഒരു ഫൊർഗിവ്നെസ്സും ഒരു മാപ്പപേക്ഷ ദൈവത്തോട്, ഐ ആം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് ഡിവൈൻ ഗിഫ്റ്റ് ലഭിക്കുന്നത്. ഇവിടെ ലെറ്റിംഗ് ഗോ ആണ്. എവറിത്തിങ് ഈസ് ഇൻഡീഡ് ഔട്ട് ഓഫ് കൺട്രോൾ. കണ്ടില്ല, എല്ലാം ദൈവത്തിന്റെ കൺട്രോളിലാണ്. ഇതൊക്കെ എപ്പോഴും ഗോഡ് വിൽ ഹോൾഡ്. ദൈവം നിങ്ങൾക്ക് എന്താണ് ഇത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള ഈ ഒരു സമൃദ്ധിയെ ദൈവം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്താണ്, അതുകൊണ്ട് തന്നെ എന്താണ്, എനിക്ക് ഈസി ആയിട്ട് ഇതിനെ നിങ്ങൾ അങ്ങോട്ട് ലെറ്റ് ഗോ ചെയ്തോളൂ.
മനസ്സിലായോ? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ്. വിട്ടുകളയുക. എന്ത് ദുഃഖമുണ്ടോ അതിനെ വിട്ടുകളയുക. അതിന് മറ്റുള്ളവരുമായിട്ട് ആവശ്യമില്ലാത്ത കണക്ഷൻ ഉണ്ടോ അതിനെ വിട്ടുകളയുക. അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള ഒരു ഭക്തിയോ അതിന് ദൈവത്തിലേക്ക് തന്നെ സമർപ്പിക്കുക. മനസ്സിലായ? ആ ഒരു ഭക്തിയും സ്നേഹവും ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയും. അനാവശ്യമായ കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് ദൈവത്തിലൊരു സമർപ്പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും, ലഭിക്കാതിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആവശ്യമില്ലാത്തതിനെ ലെറ്റിംഗ് ഗോ ചെയ്യൂ. ഇവിടെ എനർജറ്റിക് ക്ലിയറിംഗ് ആണ് വന്നിരിക്കുന്നത് കാളീദേവിയുടെ. കണ്ടല്ലേ? കാളീദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴാണ് വരുന്നത്? നിങ്ങളുടെ സമയത്ത് ഭദ്രകാളി എന്ന് പറഞ്ഞ ഭദ്രകാളി ദേവിയാണ്. ഭദ്രകാളി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങളുടെ കാലത്തെ ഭദ്രമാക്കി തരുന്ന ദേവിയാണിത്. അപ്പോൾ നിങ്ങളുടെ സമയദോഷത്തിന് നിങ്ങൾക്ക് ഭദ്രകാളി ദേവിയെ സേവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സമയം, നിങ്ങളുടെ സമയത്തെ ഭദ്രമാക്കി തരും, നല്ല സമയമാക്കി തരും. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരുപാട് പേർക്കൊക്കെ നല്ല സമയമാകും. ഇനി ഓണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ ഒരു മാസം അധികം ഒരു ചിങ്ങമാസമൊക്കെ തുടങ്ങുമ്പോൾ ഒരുപാട് നല്ല പ്രയോജനം നിങ്ങൾക്ക് പലർക്കും ലഭിക്കുന്നതാണ്, സാമ്പത്തികപരമായിട്ടും മറ്റു പല കാര്യങ്ങളും. അപ്പോൾ സമയം കുറച്ചുകൂടി നന്നാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ക്രൈസിസ്, ഏറ്റവും വലിയ ദുർഘടം പിടിച്ച ചില സമയമുണ്ടല്ലേ, ഏറ്റവും വലിയ വിഷമകരമായ സാഹചര്യങ്ങൾ, ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല എന്ന് നമ്മൾ സ്വയം വിധി എഴുതിയ ആ ഒരു സമയം അങ്ങോട്ട് കഴിയുമ്പോൾ എന്താണ് നിങ്ങളുടെ ഇവിടെ തന്നെയാണ് നിങ്ങളുടെ ഫിയർ, നിങ്ങളുടെ ഉള്ളിലുള്ള ഫിയർ, പേടി, അറ്റാച്ച്മെന്റ്സ്, മറ്റുള്ളവരോടുള്ള അറ്റാച്ച്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കളയാവുന്നതാണ്. കളഞ്ഞിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് വിട്ടൊഴിയും. നിങ്ങളുടെ ഒരു നല്ല സമയം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരോടുള്ള അറ്റാച്ച്മെന്റ്സ്, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ പേടിയെ എല്ലാം കളഞ്ഞതിന് ശേഷം നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കിയിട്ട് മാറ്റും. ഇത് പ്രിപ്പയറിംഗ് യു ടു റിസീവ് ഹർ ലൂമിനസ് പ്ലാൻ. കണ്ടല്ലേ? ഇവിടെ ദൈവം നിങ്ങൾക്കൊരു പ്ലാൻ, ഇവിടെ ഭദ്രകാളി ദേവി ഇവിടെ നിങ്ങൾക്കൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായി? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ തരേണ്ടത് അതിനായിട്ട് ഓരോരുത്തർക്കും ഓരോ പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ഏറ്റവും വലിയ ദുർഘടം പിടിച്ച സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം വന്നു ചേരുന്നതാണ്. അതിനായിട്ട് ദൈവം നിങ്ങൾക്കൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നിങ്ങളുടെ പേടിയെയും അറ്റാച്ച്മെന്റ്സിനെയും എല്ലാം ഇവിടെ കളയേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അതിനെയെല്ലാം കളഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. അതിനെല്ലാം കളഞ്ഞിട്ട് നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും. കാരണം ഒരുപാട് പരാജയങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രമാത്രം ഉയരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനും ഇവിടെ ദേവി തയ്യാറാണ്. ഈ ദേവി തയ്യാറാകും. മനസ്സിലായോ? അപ്പൊ നിങ്ങളെ നല്ലതുപോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് കൊണ്ടുവരും നിങ്ങളുടെ ജീവിതത്തിൽ. അതാണ് നിങ്ങളിവിടെ എനർജറ്റിക് ക്ലിയറിംഗ് ആണ്. പഴയതിനേക്കാളും എന്താണ്, എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ശക്തരായി മുന്നോട്ട് വരാനുള്ള സമയം അടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ല. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റിയാൽ ഹൈപ്പ് ചെയ്യുന്നത് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ അതിന് മനസ്സുള്ളവർ അതും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.